وأطاع الرجل امرأته وعق أمه وأدنى صديقه وأقصى أباه. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ കാലഘട്ടത്തിലെ മക്കള് അവനൊന്നൊന്ന് പ്രസവിച്ച വാപ്പാന അത്താന അമ്മയ ഉമ്മയെ കാലുകൊണ്ടതാ കാലത്തിന്റെ ചവറ്റുകൊട്ടകിലേക്ക് ചവിട്ടിയിട്ടുകൊണ്ട് ആരെ പേരില് അവന്റെ ജീവിതത്തിലേക്ക് ഇന്നലെ കടന്നു വന്ന അവന്റെ പെണ്ണിന്റെ വാക്കു കേട്ടുകൊണ്ട്, അവന്റെ ഭാര്യയുടെ വാക്കു കേട്ടുകൊണ്ട്, അവന്റെ പെണ്ണിന്റെ വർത്തമാനം കേട്ടുകൊണ്ട് അവന്റെ വാപ്പായെയും ഉമ്മായെയും കാലത്തിന്റെ ചവറ്റുകൊട്ടകിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവരെ പീഡിപ്പിക്കുന്ന ഒരു കാര്യം വരാനിരിക്കുന്നു. നൊന്ത് പ്രസവിച്ച പെറ്റുമ്മയെ വകവയ്ക്കാതെ ഉമ്മയ്ക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ ഇന്നലെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളുടെ വാക്കു കേട്ടുകൊണ്ട് ഉമ്മാനെ തള്ളിപ്പറയുന്ന, അമ്മമാരെ തള്ളിപ്പറയുന്ന, വാപ്പമാരെ അത്തമാരെ തള്ളിപ്പറയുന്ന വാദിനാ സദീഖഹു, കൂട്ടുകാർക്ക് വേണ്ടി പിതാക്കളെ തള്ളിപ്പറയുന്ന എന്ന് ഉപദേശിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മക്കളെ ഉപദേശിക്കാൻ പറ്റുമോ? ഒരാഴ്ചയായില്ലല്ലോ കോഴിക്കോട് താമരശ്ശേരിയില് ഒരു സ്വന്തം പെറ്റുമായ കൊടുവാള് കൊണ്ട് ആ ഉമ്മയുടെ വയറ്റില് വെട്ടി ആ ഉമ്മ അവന്റെ മുമ്പിൽ പിടഞ്ഞു മരിക്കുന്നത് വരെ വെട്ടി അവസാനം ആ ഉമ്മയെ കൊലപ്പെടുത്തി കളഞ്ഞുവെങ്കിൽ അത് ഈ സമുദായത്തിന്റെ മക്കളല്ലേ, നമ്മുടെ സമുദായത്തിന്റെ മക്കളല്ലേ? ഓ മഹാപാവി, നീ കിടന്ന വയറല്ലേടാ 9 മാസം ചെല്ലുവാനും നിന്നെ എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു പോകുമോ? അല്ലാ, ആ രീതിയിൽ നിന്നെ സൂക്ഷിച്ച് ആ 9 മാസവും ചെല്ലുവാനും അവരെ വയറ്റിലിട്ട് വളർത്തിയെടുത്തിട്ട് ഉമ്മാന്റെ പള്ളയ്ക്ക് നിന്റെ സ്വന്തം വീട്ടിൽ വെട്ടുകത്തിയില്ലാഞ്ഞിട്ട് അടുത്ത വീട്ടിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു നീ കിടന്ന ഉമ്മാന്റെ അമ്മയുടെ പള്ളയ്ക്ക് നീ വെട്ടിയെങ്കിൽ ഓ മഹാപാവി. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഉമ്മമാർക്ക്, അമ്മമാർക്ക്, പിതാക്കൾക്ക്, മാതാപിതാക്കൾക്കൊരു വിലയുമില്ലാത്ത കാലോ വരാനുണ്ടെന്ന് നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. ഒരു മനോഹരമായ ഒരു കവിത ഞാനൊന്ന് ചൊല്ലട്ടെ. ഞാനിത് പറയുമ്പോൾ ഹൃദയം പൊട്ടുന്ന അമ്മമാര് പഴകുളം ജമാഅത്തിന്റെ ഓരം കൊള്ള ചാരം കൊള്ളയില്ലേ? ഞാനിത് പറയുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്ന അക്കമാര്, അതുപോലെ പിതാക്കളില്ലേ, അത്തമാരില്ലേ? ഉമ്മയെക്കാൾ ഉന്നത, അമ്മയെക്കാൾ ഉന്നത ജന്മമുണ്ടോ ലോകത്ത്? നിനക്ക് ജന്മം നൽകിയ സ്വന്തം ഉമ്മയെപ്പോലെ, അമ്മയെപ്പോലെ ഒരു പുണ്യമുള്ള ഒരു ജന്മം നൽകിയ ഒരു പെണ്ണ് ലോകത്ത് വേറെയുണ്ടോ? ഉമ്മയില്ലെങ്കിൽ പിന്നെ നമ്മളുണ്ടോ? ആ പെറ്റുമ്മയില്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മളുണ്ടോ? നമ്മുടെ ഗർഭത്തിന്റെ കാലയളവെങ്കിലെങ്ങാനും, നമ്മളെ പ്രസവിക്കുന്ന സന്ദർഭത്തിലെങ്ങാനത്തിന്റെ സമയത്ത് ആ നമ്മുടെ ഉമ്മമാർക്ക് എന്തെങ്കിലും ഒരു പിഴവ് പറ്റി പോയിരുന്നെങ്കിൽ അവരെ ചികിത്സിച്ച ഡോക്ടർക്കോ പരിശോധിക്കുന്ന നഴ്സുമാർക്കോ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഉമ്മയില്ലെങ്കിൽ പിന്നെ നമ്മളുണ്ടോ? ആദ്യത്തെ വാക്കുതൻ ഉമ്മയല്ലേ, ചോദ്യങ്ങളില്ലാത്ത സ്നേഹമല്ലേ? ചോദ്യങ്ങളില്ല, ആ സ്നേഹത്തിന്റെ മുമ്പിൽ ചോദിക്കണ്ട. ചോദ്യങ്ങളില്ലാത്ത സ്നേഹമാണ്. അമ്മിഞ്ഞ പോലും മധുരമല്ലേ, താരാട്ടു പാട്ടു തന്നെ അമൃതമല്ലേ?
ആ ഉമ്മയുടെ അമ്മിഞ്ഞയിൽ നിന്ന് നീ കുടിച്ച പാലുണ്ടല്ലോ പൊന്നുമോനെ, അതിനോളം മധുരമുള്ള മറ്റൊന്ന് നീ ലോകത്ത് കുടിച്ചിട്ടില്ല. താരാട്ട് പാട്ടി നിന്നെ ഉറക്കിയിട്ട് നിന്നെ തൊട്ടിലിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് നീ ഉറങ്ങിയൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാറി നിന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കും എന്റെ പൊന്നുമോൻ ഉറങ്ങിയിട്ടുണ്ടോ. ആ തരത്തില് ഉമ്മമാർ അവരെ താരാട്ട് പോലെ സംഗീതമുള്ള മനോഹരമായൊരു പാട്ട് വേറെയില്ല. കാലം തെറ്റി നിലത്തു വീണാൽ ഉള്ളും പിടഞ്ഞിടും ഉമ്മമാർക്ക്. എന്റെ പൊന്നുമോൻ എന്റെ പെണ്ണുമോൾ 1 വയസ്സ് കഴിഞ്ഞോ 2 വയസ്സെത്തിയിട്ടും ആ കുഞ്ഞു നടക്കുന്നില്ലെന്ന് കണ്ടാൽ ഏത് വാപ്പാന്റെ അത്തയുടെ അമ്മയുടെ ഹൃദയമാണ് നൊന്തുപോകാത്തത്? വിഷമിച്ചു പോകൂലേ? ഇനി നടന്നാലോ? നമ്മുടെ മക്കളെ ചെറുപ്രായത്തിൽ ഇങ്ങനെ നടക്കുമ്പോ കാലൊന്ന് തെറ്റി നിലത്ത് വീണാൽ ഉള്ളു പിടഞ്ഞു പോകും ഉമ്മമാരുടെ അമ്മമാരുടെ. മക്കൾ തൻവേദന താങ്ങിയിലും മക്കൾ കുറ്റം പൊറുത്തിയിടുമുമ്മ. എത്ര തെറ്റ് ചെയ്താലും എത്ര കുറ്റം ചെയ്താലും എന്ത് പറഞ്ഞാലും പുറത്തു തരുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് നമ്മളെ നൊന്ത് പ്രസവിച്ച അമ്മമാർ ഉമ്മമാർ. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണോ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾക്ക് ജന്മം നൽകിയ നൊന്ത് പ്രസവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാര് ഉമ്മമാര് പലരും ഖബറിലാണ്. റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന അമ്മമാർക്കും ഉമ്മമാർക്ക് മുഴുവനോ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവര് വിട്ട ഒരു നെടുവീർപ്പുണ്ടല്ലോ, അതിന് പകരം വെക്കാൻ മോനെ ഇന്ന് നിനക്ക് നിന്റെ ഉമ്മാടെ വിലയറിയുന്നില്ല, നിന്റെ അമ്മയുടെ വിലയറിയുന്നില്ല, നിന്റെ അത്താന്റെ വിലയറിയുന്നില്ല. അവർ നിനക്ക് വേണ്ടി വിട്ട ഒരു നെടുവീർപ്പ് അല്ലോ എന്റെ പൊന്നുമോനെ എന്ന് നീ ഒന്ന് വീഴാൻ പോയപ്പോൾ അവിടെ ഒരു നെടുവീർപ്പിട്ടിട്ടുണ്ടല്ലോ, അതിന് പകരം കൊടുക്കാൻ ഒരു പുരുഷായുസ് മുഴുവനോ നീ അവരെ കാൽച്ചുവട്ടിൽ ചെന്ന് സുജൂദ് ചെയ്താലും പകരമാകൂല്ലടാ പൊന്നുമോനെ. കേൾക്കണോ? നിങ്ങളൊരു ചരിത്രം പറയട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ സഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ അതാ പ്രിയപ്പെട്ട സഹാബത്തുമായി വിശുദ്ധമായ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. കഅബ ഇങ്ങനെ ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പ്രിയപ്പെട്ട മകൻ സഹാബിയായ മുത്തബിഉ സുന്ന നബി തങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനാണ്. അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള്. വിശുദ്ധമായ കഅബത്തിന്റെ ചുറ്റും ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റജുലുൻ യതൂഫു ബിൽ ബൈത്തി ഹമല ഉമ്മഹു വറാഅ ലഹ്രിഹി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവന്റെ ഉമ്മയെ തോളിൽ എടുത്തിരുത്തിയിട്ട് കഅബയ്ക്ക് ചുറ്റുന്നു. അങ്ങനെയാണല്ലോ പോയവർക്കറിയാം. വാർദ്ധക്യമെത്തിയവർ, നടക്കാൻ പറ്റാത്തവർ വീൽ ചെയറിൽ ഉണ്ടാവും, അല്ലെങ്കിൽ തോളിൽ വെക്കും. മക്കളാണെങ്കിൽ ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ അതാ ഹമല ഉമ്മഹു വറാഅ ലഹ്രിഹി, അവന്റെ ഉമ്മാനെ എടുത്തിട്ട് തോളിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബ ഇങ്ങനെ ചുറ്റുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളാണെന്ന് മനസ്സിലായപ്പോ, ആർക്ക്? ഈ ചെറുപ്പക്കാരന് മനസ്സിലായപ്പോൾ ഒരു അഭിമാനം തോന്നി. റസൂലുള്ളാഹിന്റെ സഹാബിയല്ലേ, മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും ലോകത്ത് പഠിപ്പിച്ച സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ, ആ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിയല്ലേ. അപ്പൊ ഒരു അഭിമാനം തോന്നി ആർക്ക്? ഈ ചെറുപ്പക്കാരന്. ഉടനെ അതാ വിളിക്കുകയാണ്, യബ്ന ഉമർ, യബ്ന ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനെ, അതറാനി ജസൈതുഹാ, അതറാനി ജസൈതുഹാ, ഞാൻ എന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മാനോട്
എന്നെ നൊന്ത് പ്രസവിച്ചതിന്, എന്നെ വളർത്തി വലുതാക്കിയതിന്, എനിക്ക് വേണ്ടുന്നതെല്ലാം തന്നതിന് എന്റെ പെറ്റുമ്മയോട് ചെയ്യുന്ന പ്രത്യുപകാരമായിട്ടുണ്ടോ ഉമറേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഈ കഅബയുടെ ചുറ്റും എന്റെ ഉമ്മയ്ക്ക് നടക്കാൻ കഴിയാതെ വന്നപ്പോ, എന്റെ ഉമ്മ രോഗിയായപ്പോ, എന്റെ അമ്മ രോഗിയായപ്പോ, എന്റെ ഉമ്മാനെ തോളിലിരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ ചുമക്കുകയാണ്. യബ്ന ഉമറേ അതറാനി ജസൈതുഹാ. ഈ മകൻ എന്റെ പെറ്റുമ്മയോട് പ്രത്യുപകാരം, എന്നെ നൊന്ത് പ്രസവിച്ചതിനും മറ്റോ പ്രത്യുപകാരം ചെയ്തതായി ഈ അമല് കൊണ്ട് പരിഗണിക്കുമോ ഉമറേ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളതാ പുഞ്ചിരിച്ചുകൊണ്ട് ആ മതാവിൽ വെച്ച് തന്നെ മറുപടി കൊടുക്കുന്നു. ലാ ലാ വല്ലാഹി ലാ വലാ ബിസഫറത്തിൻ വാഹിദ. എടാ, നീ എന്താ ചോദിച്ചത് പൊന്നുമോനെ? നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മ നടക്കാൻ കഴിയാതെ വാർദ്ധക്യത്തിലെത്തിയപ്പോ ആ ഉമ്മാനെ എടുത്തൊന്ന് ചുമന്നിട്ട് അല്ലാഹുവിന്റെ കഅബത്തിന്റെ ചുറ്റും നീ ഒന്ന് തവാഫ് ചെയ്തപ്പോ, നീ എല്ലാം നേടിയവനെ പോലെ, തികഞ്ഞവനെ പോലെ, എല്ലാ അമ്മയ്ക്ക് ഉമ്മയ്ക്ക് കൊടുത്തവനെ പോലെ നീ ചോദിക്കുന്നോടാ വല്ലാഹി ലാ വലാ ബിസഫറത്തിൻ വാഹിദ. എടാ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മ നിന്നെ വളർത്തിയെടുക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി അവർ വിട്ട ഒരു നെടുവീർപ്പുണ്ടല്ലോ, ഒരു നെടുവീർപ്പ് നീ ഒന്ന് മറിഞ്ഞു വീഴാൻ പോയപ്പോ അല്ലാ എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് നിന്റെ ഉമ്മ ഇട്ട നെടുവീർപ്പുണ്ടല്ലോ, വലാ ബിസഫറത്തിൻ വാഹിദ. ആ ഒരൊറ്റ നെടുവീർപ്പിന് പകരോ നീ ഒരു പുരുഷായുസ് മുഴുവനോ നിന്റെ ഉമ്മാനെ ഇങ്ങനെ ചുമന്ന് നടന്നാലും പകരമാകൂല പൊന്നുമോനെ. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു.